ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പറമ്പിലൊരു ചെറിയ കുളം അടിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ 33 ആട്ടോ കൊണ്ടുവന്നേക്കണേ. അപ്പോൾ ചെറിയൊരു കുളം അടിക്കുന്ന ഒരു 8 അടി വട്ടമൊക്കെ ഉള്ളതേ. അപ്പോൾ മെഷീൻ്റെ സൗണ്ട് കാരണം കുറച്ച് സംഭാഷണമൊന്നും ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ പരിപാടി അങ്ങ് തുടങ്ങി. ഇവിടെ അപ്പം ഞാനും ഉണ്ട്, അമ്മച്ചിയുണ്ട്. ചെറിയൊരു പരിപാടിയേ ഉള്ളൂ. കാര്യം ഒരു ബക്കറ്റ് കോരണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അമ്മമാർ തരില്ല. ചോദിച്ച് കിട്ടിയില്ലെങ്കിലേ സംഭവം മാനം പോവും. അതുകൊണ്ട് രണ്ട് ബക്കറ്റ് താന്നപ്പോഴത്തേനും നല്ല രീതിക്ക് വെള്ളം. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. മെഷീൻ അവിടെ നിന്നൊന്ന് മാറട്ടെ, എന്നാലും കറക്റ്റ് കാണിച്ചു തരാം. ദിവസം നമ്മുടെ കുഴി ഏകദേശം ഒരു 8 അടി അടുത്ത് താന്നിട്ടുണ്ട് കേട്ടോ. അകത്ത് പാറ കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ അങ്ങ് ഷേപ്പ് ചെയ്തങ്ങ് കോരിയാൽ മതി. നമ്മൾ റൗണ്ടായിട്ടാട്ടോ കുത്തുന്നേ. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ വേറൊരു പോപ്പട്ടി കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു ബണ്ടങ്ങ് പിടിപ്പിച്ച് ഒരു അതിര് പോലെ അങ്ങ് കറക്റ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ കണ്ടോ, ആ വേലിക്കാലയിലേക്ക് നമ്മൾ ഈ ബണ്ടം കൊണ്ട് മുട്ടിക്കും. അപ്പോൾ എല്ലായിടത്തെ പോലെയും അതിരുകാരൻ നല്ല മിടുക്കനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പണി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇച്ചിരി വെള്ളശല്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ബണ്ട് വെക്കുക. വീഡിയോ അത്രയ്ക്ക് വലിയ പെർഫെക്ഷനൊന്നും കാണില്ല കേട്ടോ. നമ്മൾ നൈസായിട്ട് അങ്ങ് എടുക്കണമുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ ഒന്ന് 2 ബക്കറ്റ് കോരണം എന്നുണ്ട്, പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയില്ലേ സംഗതി നാണക്കേടാവും. അപ്പോൾ തന്നെയല്ല ഇച്ചിരി ഈ കുളമൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി സീനാണ്. അപ്പം നോക്കിയില്ലെങ്കിലേ അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ കൊതി അങ്ങോട്ട് കടിച്ച് പിടിച്ചേക്കുക. അപ്പോൾ നമ്മുടെ കുളമ്പണി ഏകദേശം തീരാൻ പോവുക കേട്ടോ. ഇനിയിപ്പോൾ ആ ബക്കറ്റ് ഇരിക്കുന്ന ആ ഫ്രണ്ടും കൂടെ ഒന്ന് അരിഞ്ഞങ്ങ് കോരി കഴിഞ്ഞാൽ ഏകദേശം പരിപാടി തീരുക. ഏകദേശം കുളമ്പണി ഏകദേശം തീരാൻ പോവുക കേട്ടോ. ചെറിയൊരു 8 അടി വട്ടം ഉണ്ടാവുമെന്ന് തോന്നുന്നു. നമ്മുടെ അതിരുകാരനെ ഇത് കണ്ടോ, ഇതുപോലെ കിടന്ന പുറന്തോട ഇത് കണ്ടോ. ഈ തോട് ഇങ്ങനെ അങ്ങ് പോണതാണേ, ഇങ്ങനെ അങ്ങ് പോണേ. അത് കണ്ടോ കണ്ടോ, അത് അയാൾ എന്നാ ഇതെന്നറിയാമോ? ഇത് കണ്ടോ, ആ വേലിക്കാല് തൊട്ട് അങ്ങോട്ടൊരു 100 മീറ്റർ ഉണ്ടായിരുന്നു. ആ പുള്ളിയാണെങ്കിൽ അത് ഇതുപോലെ തന്നെ കിറ്റാച്ച് വെച്ച് ആ പുറന്തോടങ്ങ് അടച്ചേച്ച് ആ കാണുന്ന പാടത്തിൻ്റെ സെൻറ്ററിലേക്ക് ആക്കി. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, വെള്ളം വന്നിട്ടേ. അപ്പം കൃഷി ഓഫീസർമാരായിട്ടുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നിയമപരമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏർപ്പാടൊക്കെയാണോ എനിക്കറിയില്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതുണ്ടോ, ഇത് ആ സൈഡിൽ നിന്ന് പറഞ്ഞാൽ മരം നിൽക്കുന്ന ആ സൈഡിൽ കൂടെ ഇങ്ങനെ തോടുണ്ടായിരുന്ന മേളിൽ നിന്ന് ഒരു 100 മീറ്ററേ. അപ്പോൾ ഇതുപോലെ തന്നെ പുള്ളി ആ പുറന്തോട് അടച്ച് കളഞ്ഞേച്ച് പുള്ളിയുടെ ഈ ഭൂമിയുടെ സെൻറ്ററിൽ കൂടെ ആക്കി. അപ്പോൾ നമുക്ക് തന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുണ്ട്, ഇപ്പോൾ ഈ റോഡൊക്കെ ആയിട്ട് നോക്കി ഈ പ്രോപ്പർട്ടി നിൽക്കണുണ്ടോ, താന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വെള്ളം മഴക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടോ, ഇതിനകത്തൊക്കെ നമ്മൾ ഏലം വെച്ചേക്കണയാണ്. പക്ഷേ ഇവിടെ എല്ലാം വെള്ളം വന്നിട്ട് അങ്ങോട്ട് പൊങ്ങി നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം ഒരു കുഴി നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കണേ കേട്ടോ കുഴി. അപ്പം ആ കോരിയ ലൂസ് മണ്ണ് നമ്മൾ അവിടെ ഇട്ട് ചെറിയൊരു ബണ്ട് കറക്റ്റ് ചെയ്യുവാണ്.
ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിലേ. നമ്മളെങ്ങനെ ജീവിക്കുമെന്ന് പറ. ആ തോടങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ വർഷകാലത്തുള്ള വെള്ളം മൊത്തം ആ തോട്ടിൽ കൂടെ അങ്ങ് പോകും. അതായത് നമ്മുടെ ഇവിടെ വേനൽക്കാലത്ത് പുഴയിൽ നിറച്ച് വെള്ളമുള്ളൊരു പുഴ ആകെ ഞങ്ങളുടെ നാട്ടിലാട്ടോ, പന്നിയാറ് പുഴ എന്ന് പറയും. നമ്മുടെ ആനയിറങ്ങലിൽ നിന്ന് വരുന്ന ഒരു പുഴയാണ്. അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനയിറങ്ങൽ ഡാം അങ്ങ് തുറന്നു പോകും ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. അപ്പോൾ ആ പുഴയിലേക്ക് പോയി ചേരുന്ന ഒരു തോടൊക്കെയാണ്, ചെറിയ കൈവഴിയാണേലും. പക്ഷേ വർഷകാലത്ത് നല്ല വെള്ളവും വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃഷി ചെയ്യാനൊന്നും ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ പിന്നെ അതിൻ്റെ പുറകെയൊന്നും പോയില്ല കേട്ടോ. നമുക്ക് ശല്യമായിപ്പോയി അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് എന്താണേലും ഒരു കൃഷി ആവശ്യത്തിനൊരു കുളം വേണം. അപ്പോൾ പിന്നെ ആ മണ്ണ് നമ്മളെടുത്ത് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യുക, അല്ലാണ്ട് വേറെ മാർഗമില്ല. അപ്പോൾ നമ്മുടെ പരിപാടി ചെയ്തുകൊണ്ട് ഏകദേശം തീരും. അപ്പോൾ സ്ലിപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഗതി കൊച്ചിക്കായലിൽ വെള്ളം പറ്റിക്കണ പോലെ ആയിരിക്കും ലൂസ് പോരുന്നത്. ഉണ്ടോ അവിടെ എല്ലാം അളച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കുളംകുത്ത് ഏകദേശം തീർന്നു കേട്ടോ. അടി പാറയാട്ടോ. അപ്പം ഇനിയിപ്പോൾ ആ അതിരിൻ്റെ അവിടെ ആ ഇത് അങ്ങ് ചേർത്ത ബണ്ടങ്ങ് പിടിപ്പിച്ചേക്കാമെന്ന് ഓർത്ത് പോവാട്ടോ. അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. അവിടെ ആ മുരുക്ക് നിൽക്കൊണ്ടിച്ച സീനുണ്ട്. അപ്പോൾ ഇനി മിഷ്യൻ റോട്ടിൽ കയറണേക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കുളം പരിപാടി തീർന്നു. ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു 2 മണിക്കൂർ കൂട്ടാം. പാറയുണ്ട്, പിന്നെ അവിടെ ഒന്നും ഒത്തിരി കളിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് പരിപാടി നിർത്തി. കേസപ്പം ഏകദേശം പരിപാടി ഇതേ നമ്മുടെ ഈ എൻഡിലേക്ക് വന്നു കേട്ടോ, നമ്മുടെ ആ ബണ്ട്. അപ്പം പരിപാടി ഏകദേശം തീരാൻ പോവാ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഹൈഡ്രോളിക് മെഷീനൊക്കെ വർക്ക് ചെയ്യണ കാണാനൊക്കെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പം ഞാനതുകൊണ്ട് ഇമ്മ എടുത്താൽ കേട്ടോ. അപ്പം ഏകദേശം പരിപാടി തീർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് വണ്ടി കയറ്റണ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇനി മേളിൽ ചെന്നിട്ട് അവർ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി, ചെറിയൊരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഇതേ കയറി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാം കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഹൈഡ്രോളിക് മെഷീനൊക്കെ പണിയണ കാണാൻ ആൾക്കാർക്കൊരു ചെറിയ ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ എടുത്താട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി സൈറ്റിൽ നിന്ന് കയറിയിട്ട് ഇനിയിപ്പോൾ ലോറി കയറണം കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സൈഡിൽ നിന്ന് കാണിച്ചു തരാം. കാണുമ്പോൾ സിമ്പിൾ വർക്കുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഫീൽഡിൽ ഏറ്റവും സീൻ പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ. ഉണ്ടോ? അറിയാവുന്നവർക്ക് സിമ്പിൾ, അറിയാൻ പാടില്ലാത്തവർക്ക് ഭയങ്കര പാട്. ഉണ്ടോ? നൈസ് വർക്ക്. ഇങ്ങനെയുണ്ട്. ആകാശത്തുള്ള കളിയാ. ബക്കറ്റെ കുത്തിയ ഒറ്റ പോക്ക. ഇതിനെല്ലാം ഒരു കണക്കുണ്ട് കേട്ടോ. ആ ബാക്കിൽ കയറ്റി വെച്ചേക്കണ പ്ലേറ്റൊക്കെ എണ്ണമൊക്കെ ഉണ്ട്. ഉണ്ടോ? അങ്ങനെ നമ്മുടെ വണ്ടി ലോറിയെ കയറിയിരിക്കുക കേട്ടോ. നോക്കിയൊക്കെ കയറ്റിയില്ലെങ്കിൽ ടിപ്പർ ആകാശത്ത് അങ്ങനെ സംഭവം ലോറി കയറിയിട്ടുണ്ട്. പൊളി.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകളൊക്കെ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.